ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഉത്സവകാലങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ഈ മാസം 29-ന്. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരന്മാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. വാർത്തകൾ വിശദമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച് പ്രതിനിധിതല ചർച്ച നടന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UAE പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം 3ാം സന്ദർശനത്തിനെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഉത്സവകാലങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. ടിക്കറ്റ് വിലയിലെ അമിത വർധനവ് വിമാന കമ്പനികളുടെ ചൂഷണമാണെന്ന് വിലയിരുത്തിയ പരമോന്നത കോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും DGCAയുടെയും മറുപടി ആരാഞ്ഞു. ഹർജി കോടതി ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. 2ാം ദിവസവും ഭീകരർക്കായുള്ള തിരച്ചിൽ മേഖലയിൽ പുരോഗമിക്കുകയാണ്. ഓപ്പറേഷനിൽ ഇന്നലെ 8 സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റിരുന്നു. BJP വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക്. അധ്യക്ഷ സ്ഥാനത്തേക്ക് നബിന്റെ പേര് മാത്രമാണ് ഉയർന്നു വന്നതെന്ന് ദേശീയ വരണാധികാരി കെ ലക്ഷ്മൺ അറിയിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. നിലവിലെ അധ്യക്ഷൻ JP നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. മാർച്ച് 26 വരെ 32 ദിവസം സഭ സമ്മേളിക്കും. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിനെക്കുറിച്ചുള്ള പൊതു ചർച്ചയാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി 5528 അപേക്ഷകൾ ഇതുവരെ ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരെ നീക്കം ചെയ്യാനുള്ള ആവശ്യവുമായാണ് ഇതിനകം 7ാം നമ്പർ ഫോമിൽ 5528 അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളത്. അതേസമയം കരട് പട്ടികയിലില്ലാത്ത 5,64,810 പേരാണ് പേര് ചേർക്കാനായി അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ 84,631 പേർ വിദേശത്ത് താമസിക്കുന്നവരും മറ്റു രാജ്യങ്ങളുടെ പൌരത്വം നേടിയിട്ടില്ലാത്തവരുമായ ഇന്ത്യക്കാരാണ്. ഫോം 6A-യിലാണ് ഇവർ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ സുഗമവും സുതാര്യവുമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരുക്കിയ AI കോൾ സെന്റർ മന്ത്രി MB രാജേഷ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ടി എന്ന പേരിലാണ് AI അധിഷ്ഠിതമായ വെർച്വൽ അസിസ്റ്റന്റിനെ അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും മുഴുവൻ സമയവും വിവരം ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി R. ബിന്ദു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഭിന്നശേഷി സർഗോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി സമൂഹത്തെ ശാക്തീകരിക്കുകയും അവരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ശ്രീമതി R. ബിന്ദു പറഞ്ഞു. പാലക്കാട് തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഝാർഖണ്ഡിൽ നിന്നും വിദഗ്ധ സംഘമെത്തി. പദ്ധതി മാതൃകാപരമാണെന്ന് അറിയിച്ച സംഘം മണ്ഡലത്തിലെ ഭൂഗർഭ ജലവിതാനത്തിൽ വരുത്തിയ വർധനവ് ശ്രദ്ധേയമാണെന്ന് വിലയിരുത്തി. പദ്ധതി നടത്തിപ്പിനെക്കുറിച്ചും വകുപ്പ് സംയോജനം സംബന്ധിച്ചും സംഘം മന്ത്രി MB രാജേഷുമായി ആശയവിനിമയം നടത്തി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്തെ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിൽ വിവിധ കേസുകളിലായി 3,64,000 രൂപ പിഴ ഈടാക്കി. അമിത വില ഈടാക്കൽ, തൂക്കത്തിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയ വിവിധ നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് പിഴ ഈടാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്
മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-700 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ബാറ്റ് ചെയ്യുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ബംഗളൂരു 3 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺ എടുത്തിട്ടുണ്ട്. 8 പോയിന്റുമായി ബംഗളൂരു ഒന്നാം സ്ഥാനത്തും 4 പോയിന്റുമായി ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ മൂന്നാമതുമാണ്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ നടപ്പാക്കുന്ന പറന്നുയരാം കരുത്തോടെ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. തൃശൂരിൽ നടന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം സ്വന്തമാക്കിയ കണ്ണൂർ ടീമിന് ഉജ്ജ്വല സ്വീകരണം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ മാഹിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് കലാപ്രതിഭകളെ സ്വീകരിച്ചത്. തുടർന്ന് തലശ്ശേരി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, എടക്കാട്, തോട്ടട, താഴെച്ചൊവ്വ, മേലേച്ചൊവ്വ, കാൽടെക്സ് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. കണ്ണൂർ കാൽടെക്സിൽ നിന്ന് സംഘാംഗങ്ങളെ ആനയിച്ച് ടൌൺ സ്ക്വയറിൽ എത്തിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ പ്രിയദർശിനി പുരസ്കാരം ഡോക്ടർ M. ലീലാവതിക്ക് രാഹുൽ ഗാന്ധി MP സമ്മാനിച്ചു. ശ്രീമതി ലീലാവതിയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹം പുരസ്കാരം സമ്മാനിച്ചത്. M. ലീലാവതി രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 19 കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ മാസം 25 മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. തിരുവനന്തപുരം നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെസ്സി ഡാനിയൽ പുരസ്കാരം നടി ശാരദ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. CISF വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ 2ാം പതിപ്പിന് ഈ മാസം 28 തുടക്കമാകും. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്യും. അടുത്ത മാസം 22 കൊച്ചിയിൽ സമാപിക്കുന്ന സൈക്ലത്തോണിൽ 65 വനിതകൾ ഉൾപ്പെടെ 130 CISF ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഇതിൽ 10 സൈക്ലിസ്റ്റുകൾ കേരളത്തിൽ നിന്നുള്ളവരാണ്. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ. പഞ്ചാബ് ലുധിയാന സ്വദേശിയായ ജീവൻ റാം ആണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ നവംബർ 30 കേസിനാസ്പദമായ സംഭവം. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസായ കേരള സവാരി തൃശൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ നടപ്പാക്കിയ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതിയിൽ സർക്കാർ അംഗീകൃത നിരക്കുകളാണ് ഈടാക്കുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ടിനായി കേരള ടീം ഇന്ന് അസമിലേക്ക് പുറപ്പെടും. പഞ്ചാബിനെതിരെ ഈ മാസം 22 കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബറിൽ ആരംഭിച്ച് കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന പരിശീലന ക്യാമ്പിൽ മികവ് തെളിയിച്ച 22 പേരാണ് അന്തിമ ടീമിലുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.3% അന്താരാഷ്ട്ര നാണയനിധി. 4ാം പാദത്തിലെ ശക്തമായ മുന്നേറ്റമാണ് ഈ വർധനവിൽ പ്രതിഫലിക്കുന്നതെന്ന് IMF അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്സവകാലങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ആശങ്ക അറിയിച്ച് സുപ്രീം കോടതി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ഈ മാസം 29. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.